Dear students, +1 ബിസിനസ് സ്റ്റഡീസിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചാപ്റ്റർ 4 അതായത് ബിസിനസ് സർവീസസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ആണ് പഠിക്കുക. ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഇ ബാങ്കിങ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്, വെയർ ഹൗസിങ്ങിന്റെ ടൈപ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +1 അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ നമുക്ക് ഈ ചാനൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിൽ നൽകുക. അപ്പോൾ ഇത്തരം ക്ലാസ്സുകളുടെയൊക്കെ ലിങ്കുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ബാങ്കിങ് എന്താണെന്ന് എന്നതിൽ തുടങ്ങാം. Banking means accepting for the purpose of lending and investment of deposits of money from the public, repayable on demand or otherwise, and withdrawal by check, draft or otherwise. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഒരു ഡെഫിനേഷനാണ്. നമുക്കത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാനില്ല. കൊമേഴ്സ്യൽ ബാങ്ക് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുമാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ ഈ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്, അതായത് അക്സെപ്റ്റിംഗ് കഴിഞ്ഞ് കോമയാണ് അല്ലേ, ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഡിപ്പോസിറ്റ്സ് ആണ്. ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൽ നിന്ന് പണം ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു അല്ലേ, അതായത് ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്, കടം കൊടുക്കുന്നതിന് വേണ്ടി, ലോൺ കൊടുക്കുന്നതിന് വേണ്ടി. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ സ്വീകരിക്കുന്ന പണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീപേബിൾ ഓൺ ഡിമാൻഡ്, അത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അത് തിരികെ കൊടുക്കണം അല്ലേ. ഓർ അതർവൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആണെങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം അല്ലേ. ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, അത്തരത്തിലുള്ള എമൗണ്ട് ചെക്ക് ഉപയോഗിച്ചോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നേരിട്ട് എത്തിയൊക്കെ പണം പിൻവലിക്കാവുന്നതാണ് അല്ലേ. അപ്പം അത്തരത്തിലുള്ള സംവിധാനത്തെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ബാങ്കിലേക്ക് വരുമ്പോൾ ബാങ്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോവിങ്: കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്. അങ്ങനെ 4ആയിട്ടാണ് പ്രധാനമായിട്ടും ബാങ്കുകളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കൊമേഴ്സ്യൽ ബാങ്ക്സ്, അത് ഫോക്കസ് ഏരിയയിൽ പെടുന്നതാണ്. എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക് എന്നുള്ളത്? കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ മണി. അതായത് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കുകളാണ് മണിയിൽ ഡീൽ ചെയ്യുന്ന, അതായത് ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോണുകൾ കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കുകൾ തന്നെയാണ് കൊമേഴ്സ്യൽ ബാങ്ക്. ദേ ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. ദർ ആർ 2 ടൈപ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. ഈ കൊമേഴ്സ്യൽ ബാങ്കിനെ തന്നെ 2ആയിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കാണ്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിൽ ആർ ദോസ് ഇൻ വിച്ച് ദി ഗവൺമെൻറ് ഹാസ് മേജർ സ്റ്റേക്ക്. ഗവൺമെൻറ്റിന് കൂടുതൽ ഷെയറുകൾ കൈവശമുള്ള ബാങ്കുകളെയാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുക. അതായത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് അല്ലേ. ഷെയറുകളുടെ മജോറിറ്റി ഷെയറുകളും കൂടുതൽ ഷെയറുകളും കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അത്തരത്തിലുള്ള ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കാനറ ബാങ്ക്, അതെല്ലാം പബ്ലിക് സെക്ടർ ബാങ്കാണ് അല്ലേ. ദേ എംഫസൈസ് ഓൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് റാദർ ദാൻ പ്രോഫിറ്റബിലിറ്റി. പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയേക്കാളും കൂടുതൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് സർവീസ് നൽകുക എന്നുള്ള ചില ലക്ഷ്യങ്ങളാണ് ഈ പൊതുമേഖലാ ബാങ്കുകൾക്കുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി പൊതുമേഖലാ ബാങ്കുകൾ, പബ്ലിക് സെക്ടർ ബാങ്ക് കൂടാതെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഉണ്ടാകും കൊമേഴ്സ്യൽ ബാങ്കിൽ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് പ്രൊമോട്ടേഴ്സ്. അതായത് പ്രൈവറ്റ് വ്യക്തികൾ അവരുടെ നിയന്ത്രണാധികാരത്തിലുള്ള ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുക. പ്രൈവറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവരുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നു. അവരെ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് HDFC, ICICI, കൊട്ടാക് മഹീന്ദ്ര തുടങ്ങിയ പ്രൈവറ്റ് ബാങ്കുകളുടെ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക്സ്, 2ാമത്തെ ടൈപ്പ് ബാങ്ക്. ഒന്നാമത്തത് കൊമേഴ്സ്യൽ ബാങ്ക്സ്, രണ്ടാമത്തത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ദീസ് ആർ ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. നമ്മൾ സഹകരണ ബാങ്കുകൾ എന്നൊക്കെ പറയല്ലേ, അത്. ദേ ആർ മെൻറ്റ് ഫോർ പ്രൊവൈഡിങ് ചീപ്പ് ക്രെഡിറ്റ് ടു ദെയർ മെമ്പേഴ്സ്. ഈ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൽ ആ ബാങ്കുകളിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്
കുറഞ്ഞ പലിശ നിരക്കിലൊക്കെ ലോൺ നൽകുക, ക്രെഡിറ്റ് നൽകുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് അഗ്രികൾച്ചർ ഫിനാൻസിങ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ കർഷകരൊക്കെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ വായ്പയൊക്കെയാണ് അല്ലേ. then സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളുണ്ട്. ദീസ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു ഇൻഡസ്ട്രീസ്, ലോങ് ടേം പ്രൊജക്ട്സ് ആൻഡ് ഫോറിൻ ട്രേഡ്. അതായത് ചില പ്രത്യേക മേഖലകളിൽ മാത്രമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ലോണുകൾ നൽകുന്ന, ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്ന ബാങ്കുകളെയാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഏരിയസിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് വായ്പകൾ നൽകുക, ലോങ് ടൈം പ്രൊജക്റ്റുകൾക്ക് മാത്രമായിട്ട് വായ്പ നൽകുക, ഫോറിൻ ട്രേഡിന് സഹായിക്കുന്ന ബാങ്കുകൾ. ഉദാഹരണം പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ബാങ്ക് ഫണ്ട്, ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്ന ബാങ്കുകൾ. ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫണ്ട് അല്ലേ, ലോങ് ടൈം പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ബാങ്കുകൾ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഉണ്ട്, അതായത് എക്സിം ബാങ്ക്, ഈ ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാരത്തെ സഹായിക്കുന്ന ബാങ്ക്. അപ്പം അങ്ങനെ പ്രത്യേക മേഖലയെ മാത്രമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് നൽകുന്ന ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. അത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് സെൻട്രൽ ബാങ്കാണ് നാലാമത്തത്. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ബാങ്ക് സൂപ്പർവൈസസ് ആൻഡ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദി കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ദ കൺട്രി. ഈ രാജ്യത്തിലെ എല്ലാ വാണിജ്യ ബാങ്കുകളെയും കൊമേഴ്ഷ്യൽ ബാങ്കുകളെയും സൂപ്പർവൈസ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് ആ രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ് ആണ്, സെൻട്രൽ ബാങ്കാണ്. ഇറ്റ് ആക്ട്സ് ഓഫ് ദി ബാങ്കേഴ്സ് ബാങ്ക്. അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കിനെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്, RBI അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ഈസ് ദി സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണല്ലേ. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയപ്പെടുത്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നോക്കുക, ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. ഒന്നാമത്തത് അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്. ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ആളുകളുടെ കൈവശം അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അല്ലേ. An important function of commercial bank is to accept money from the public as deposit. പബ്ലിക്കിൽ നിന്ന് പണം ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക, അത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ്. ബാങ്ക്സ് ലെൻഡ് മണി ഔട്ട് ഓഫ് ദി ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ് ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൽ നിന്ന് ഇങ്ങനെ സ്വീകരിക്കുന്ന ഡിപ്പോസിറ്റ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് പണം കടം കൊടുക്കുന്നത് അല്ലേ. ബാങ്ക് വായ്പ നൽകുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടാണ്. ബാങ്ക്സ് ലെൻഡ് മണി ഔട്ട് ഓഫ് ദി ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ് ഫ്രം ദി പബ്ലിക്. ഇനി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്, നമ്മളിവിടെ അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ പലതരത്തിലുള്ള ഡിപ്പോസിറ്റുകളുണ്ട്, അത് നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഒന്നാമത്തത് നമുക്കറിയാം കറണ്ട് അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ് മാൻ. സാധാരണ ബിസിനസ് മാനൊക്കെയാണ് അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ് ഇത്തരത്തിലുള്ള കറണ്ട് അക്കൗണ്ട് ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യുന്നത്. എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡിപ്പോസിറ്റഡ് അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര പണം വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും, ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ആ പണം ഡിപ്പോസിറ്റ് ചെയ്യും, പിൻവലിക്കുകയും ചെയ്യാം. ബട്ട് മണി ക്യാൻ ബി വിഡ്രോൺ സബ്ജക്റ്റ് ടു ഫണ്ട് അവൈലബിൾ. പിൻവലിക്കുമ്പോൾ എത്രമാത്രം ഫണ്ടാണോ അവൈലബിൾ ആയിരിക്കുന്നത്, ബാങ്കിലൊക്കെ അവൈലബിൾ ആയിരിക്കുന്നത്, അതുമായിട്ടൊക്കെ നിയന്ത്രണ വിധേയമായിട്ട് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്യാം. അപ്പോൾ എത്ര തവണ വരെ നിക്ഷേപിക്കാം, അത് നിയന്ത്രണമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഇനി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമ്മളൊക്കെ സാധാരണ ആളുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ട്സ് ആർ പ്രൊമോട്ടിംഗ് സേവിങ്സ് ബൈ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ പണം സൂക്ഷിച്ചു വെക്കാനുള്ള അവരുടെ അതിനുള്ള അവസരമായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. ബാങ്ക്സ് പേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് ഡിസൈഡഡ് ബൈ RBI. RBI പറയുന്ന ഒരു ചെറിയ തോതിലുള്ള പലിശയൊക്കെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിന് ബാങ്കുകൾ നൽകാറുണ്ട്. എ പേഴ്സൺ ക്യാൻ ഡിപ്പോസിറ്റ് എനി എമൗണ്ട് ഓഫ് മണി അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. എത്ര എമൗണ്ട് വേണമെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും. ബട്ട് ദർ ആർ സർട്ടൺ റെസ്ട്രിക്ഷൻസ് ആഫ് ടു ദി എമൗണ്ട് ആൻഡ് നമ്പർ ഓഫ് വിഡ്രോൾസ് ഫ്രം ദിസ് അക്കൗണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുമ്പോൾ അതിന് ചില നിശ്ചിത അളവിൽ കൂടുതൽ അല്ലെങ്കിൽ നിശ്ചിത തവണയിൽ കൂടുതലൊന്നും പിൻവലിക്കാൻ സാധിക്കുകയില്ല. അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിശ്ചിത തവണയിൽ കൂടുതൽ പിൻവലിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫൈൻ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഫിക്സഡ് ഓർ ടൈം ഡിപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആണ്, അത് FD അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ദീസ് ആർ ഡിപ്പോസിറ്റ്സ് മെയ്ഡ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓർ ടൈം. ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക്, നിശ്ചിത കാലത്തേക്ക് വേണ്ടി നമ്മൾ ഓപ്പൺ ആക്കുന്ന അക്കൗണ്ടുകളാണ് ഫിക്സഡ് ഓർ ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ഉദാഹരണത്തിന് 1 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് നമ്മൾ പണം നിക്ഷേപിക്കും അല്ലേ. അങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ ഓപ്പൺ ആവുന്ന അക്കൗണ്ടാണ് ഫിക്സഡ് ഓർ ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ദേ ക്യാരി ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ സേവിങ്സ് ഡിപ്പോസിറ്റ്. ഈ സേവിങ്സ് ഡിപ്പോസിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കും.
പ്രീമച്ചർ വിഡ്രോവൽ ഈസ് പെർമിസിബിൾ വിത്ത് എ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ബീങ് ഫോർഫീറ്റഡ്. നമ്മൾ 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാലാവധി എത്തുന്നതിന് മുമ്പ് പ്രീമച്ചറായിട്ട് നമ്മൾ പണം പിൻവലിക്കുകയാണെങ്കിൽ, ഒരു 3 വർഷമാകുമ്പോൾ നമ്മൾ പണം പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് പണം കിട്ടും. പക്ഷേ ഒരു ചെറിയ എമൗണ്ട് അത് പെനാൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്ക് പിടിക്കുന്നതാണ്, അല്ലെ, ഫോർഫീറ്റ് ചെയ്യുന്നതാണ്. 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ: ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മളത് പഠിച്ചത് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസിൽ ഒന്നാമത്തേതായിട്ടുള്ള ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എന്നതിൻ്റെ കീഴിലാണ്, അല്ലേ. ഇനി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസിൽ രണ്ടാമത്തത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ലോൺസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ പണം നമ്മൾ നിക്ഷേപമായിട്ട് സ്വീകരിച്ചു, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് ലെൻഡ് ചെയ്യുന്നു, അല്ലേ, വായ്പ നൽകുന്നു. ദീസ് മേ ബി ഇൻ ദി ഫോം ഓഫ് ലോണ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ട്രേഡ് ബിൽസ് എക്സെട്ര. അപ്പോൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള വായ്പകൾ ബാങ്കുകൾ നൽകാറുണ്ട്. ലോണായിട്ട് നൽകും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ബിസിനസ്മാന് അവർ നിക്ഷേപിച്ചിരിക്കുന്ന തുകയെക്കാളും കൂടുതൽ എമൗണ്ട് പിൻവലിക്കാനുള്ള ആ ഒരു സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ്. അതിൻ്റെ പലിശ ബാങ്കിന് ലഭിക്കും. ദെൻ ക്യാഷ് ക്രെഡിറ്റ്, ഒരു ലോണ് സാങ്ഷൻ ആയി കഴിയുമ്പോൾ ആ ലോണിക്ക് അല്ലെങ്കിൽ ലോൺ എടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യും. അതിൽ നിന്ന് പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം ഇൻട്രസ്റ്റ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ക്യാഷ് ക്രെഡിറ്റ്. കൺസ്യൂമർ ക്രെഡിറ്റ്, ഏതെങ്കിലും ഗൃഹോപകരണങ്ങൾ വാങ്ങാനൊക്കെ നൽകുന്ന അത്തരത്തിലുള്ള വായ്പകൾ. ഡിസ്കൗണ്ടിങ് ഓഫ് ട്രേഡ് ബിൽസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നമുക്കറിയാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കയ്യിൽ കിട്ടുന്ന, ഒരു ട്രേഡറെ കൈവശം കിട്ടുന്ന ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് പെട്ടെന്ന് പണമാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ലെൻഡിങ് ഓഫ് ഫണ്ട്സ് അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് നൽകുന്ന കാര്യങ്ങളാണ്. ഇനി ചെക്ക് ഫെസിലിറ്റിയാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ബാങ്ക്സ് ഹെൽപ്പ് കസ്റ്റമേഴ്സ് ബൈ കളക്ടിങ് ദിയർ ചെക്ക് ഡ്രോൺ ഓൺ ദിയർ ബാങ്ക്. അപ്പോൾ ഇവിടെ ബാങ്കിൽ നമുക്ക് ചെക്ക് നമുക്ക് ബാങ്കിൽ കൊടുത്തുകൊണ്ട് പണം പിൻവലിക്കാം, അല്ലേ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേരിലുള്ള ചെക്ക് നമുക്ക് നമ്മുടെ ഈ ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് അത് പണമാക്കി മാറ്റിയെടുക്കാം. ചെക്ക് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോ മണി. പണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയും പണം പിൻവലിക്കാൻ വേണ്ടിയൊക്കെ ചെക്ക് ഉപയോഗിക്കാം, അല്ലേ. ദർ ആർ 2 ടൈപ്പ് ഓഫ് ചെക്ക്, നെയിംലി ബെയറർ ചെക്ക്. 2 തരത്തിലുള്ള ചെക്കാണുള്ളത്. ഒന്ന് ബെയറർ ചെക്കും, 2 ക്രോഫ്ഡ് ചെക്കുമാണ്. ബെയറർ ചെക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് എൻകാഷബിൾ ഇമ്മീഡിയറ്റ്ലി അറ്റ് ബാങ്ക് കൗണ്ടേഴ്സ്. ബാങ്കിലെ കൗണ്ടർ വഴി അത് ചെക്ക് കൈവശം വെച്ചിരിക്കുന്ന ആരാണോ അവർക്ക് ക്യാഷ് കിട്ടും. ക്രോഫ്ഡ് ചെക്ക് ആണെങ്കിൽ അത് ആ പേയുടെ അക്കൗണ്ട് വഴി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അക്കൗണ്ട് വഴി മാത്രമേ, അതായത് ഒരു ചെക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണം നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം വരെ, അവിടെ നിന്ന് മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. ബെയറർ ചെക്ക് ആണെങ്കിൽ കൗണ്ടർ വെച്ച് തന്നെ അത് നമുക്ക് ക്യാഷാക്കി നമുക്ക് ആ ചെക്കിൻ്റെ പണം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ദെൻ റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് ആണ് നാലാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻസ് ഓർത്തിരിക്കുക. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു അവിടെ നിക്ഷേപം സ്വീകരിക്കൽ, അല്ലേ. രണ്ടാമത്തത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, 3 ചെക്ക് ഫെസിലിറ്റി, 4 റെമിറ്റൻസ് ഓഫ് ഫണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബാങ്ക് സഹായിക്കുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ വാണ്ട് ടു സെൻഡ് മണി ടു അനദർ പേഴ്സൺ, ഒരാൾക്ക് പണം അയക്കണമെങ്കിൽ ഒന്നെങ്കിൽ DD, അല്ലേ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് ആ പണം അയക്കാം. ദ ബാങ്ക് ഡ്രോസ് DD ഓൺ ഇറ്റ്സ് ഓൺ ബ്രാഞ്ചസ് ഓർ അതർ പ്ലേസസ്. ബാങ്ക് വേണമെങ്കിൽ സ്വന്തം ബ്രാഞ്ചിൻ്റെ പേരിലോ അല്ലെങ്കിൽ ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളുടെ ബ്രാഞ്ചിലേക്കൊക്കെ DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് പണം അയക്കുന്നതിന് സഹായിക്കും. DD ഈസ് ദെൻ സെൻഡ് ടു ദി പേയി ബൈ പോസ്റ്റ്. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അത് പണം കിട്ടേണ്ട വ്യക്തിക്ക് പോസ്റ്റായിട്ട് പോസ്റ്റലായിട്ട് അയക്കുന്നു. ദ പേയി ക്യാൻ പ്രസൻറ്റ് ദ DD ഇൻ ദ ഡ്രോയിങ് ബാങ്ക്. പേയ്ക്ക് അതായത് പണം കിട്ടാനുള്ള വ്യക്തിക്ക് ഈ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് പണം കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ ഫംഗ്ഷൻ, ലാസ്റ്റ് ഫംഗ്ഷനാണ് അലീഡ് സർവീസസ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് കൂടാതെ ബാങ്കിന് ചില സെക്കൻഡറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ചില അലീഡ് സർവീസുകളൂടെ ഉണ്ട്. ഇതിനെ സഹായിക്കുന്ന മറ്റു ചില ഫംഗ്ഷൻസ് കൂടെ ഉണ്ട്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ പേയ്മെൻറ്റ്സ്, നമ്മുടെ KSEBയുടെ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് വേണമെങ്കിൽ അടയ്ക്കാൻ വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കാം. അടയ്ക്കാൻ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പോസിറ്റ് തുകയിൽ നിന്ന് പണം കിഴിവ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് ബാങ്ക് നമുക്ക് വേണ്ടി എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസത്തിൽ ആ ബില്ലുകൾ അടയ്ക്കുന്നതായിരിക്കും. ലോക്കർ ഫെസിലിറ്റി, ബാങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഗോൾഡൊക്കെ സൂക്ഷിക്കാം, അല്ലേ, അതിന് ലോക്കർ ഫെസിലിറ്റി നൽകുന്നുണ്ട്. ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്, കമ്പനികളുടെയൊക്കെ ഓഹരികൾ വാങ്ങാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് ഓഹരികൾ വാങ്ങാം. പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് കൊടുക്കാൻ വേണ്ടി ബാങ്കിന് വേണമെങ്കിൽ ഈ ബില്ല് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ച പോലെ അതുപോലെ കൊടുക്കാൻ ഏൽപ്പിക്കാം. ഇൻഷുറൻസ് പ്രീമിയം, നമ്മുടെ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്ട് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കാം. കളക്ഷൻ ഓഫ് ഡിവിഡൻഡ്, നമുക്ക് ഏതെങ്കിലും ലാഭവിഹിതം കമ്പനികളിൽ നിന്ന് ഓഹരികൾ എടുത്തിട്ട് ലാഭവിഹിതം കമ്പനികളിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബാങ്കിനെ ഏൽപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം ബാങ്കിൻ്റെ അലീഡ് സർവീസുകളാണ്. പ്രധാനപ്പെട്ട സർവീസുകൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഇതാണ്. മറ്റ് സർവീസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സർവീസുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് കൊമേഴ്സ്യൽ ബാങ്ക് എന്താണെന്നും അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിലെ അടുത്ത ടോപ്പിക്കാണ് ഇ ബാങ്കിങ്.
ഇ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇ ഫോർ ഇലക്ട്രോണിക് ആണ് അല്ലേ, ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ഇറ്റ് മീൻസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ ബാങ്കിങ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. ഇപ്പോൾ മൊബൈൽ ഫോൺ വഴി ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഒക്കെ സഹായത്തോടെ നമ്മൾ നടത്തുന്ന ബാങ്കിങ് ട്രാൻസാക്ഷനാണ് അതിന് ഇ ബാങ്കിങ് എന്ന് പറയുക. ഇറ്റ് ഇസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ് ദാറ്റ് അലൗസ് എ കസ്റ്റമർ ടു കണ്ടക്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് സച്ച് ആസ് മാനേജിങ് സേവിങ്സ്, ചെക്കിംഗ് അക്കൗണ്ട്സ്, അപ്ലൈങ് ഫോർ ലോൺ ഓർ പേയിങ് ബില്ല്. അതായത് നമ്മളൊരു ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സേവനങ്ങളെല്ലാം, നമുക്ക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുക, നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുക, ലോണിന് അപ്ലൈ ചെയ്യുക, ബിൽ പേയ്മെന്റ് നടത്തുക, അതെല്ലാം നമുക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ദ സർവീസ് ഇൻക്ലൂഡ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, EFT എന്ന് പറയും, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, ATM നിന്ന് പണം പിൻവലിക്കുന്നത്, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ ക്യാഷ് അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള വാലറ്റുകൾ ഉപയോഗിച്ചുള്ള പേയ്മെന്റ്. അപ്പോൾ അതെല്ലാം ഇ ബാങ്കിങ്ങിന്റെ പരിധിയിൽ പെടുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. ടു കസ്റ്റമേഴ്സിന് ഇ ബാങ്കിങ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് 24 hour a day 365 days a year സർവീസ് ടു ദ കസ്റ്റമർ. നമുക്കറിയാം ഫിസിക്കലായിട്ട് നമുക്ക് ബാങ്കിൽ പോയി ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അതിനൊരു സമയപരിധിയുണ്ട്. 10 മുതൽ 3:30 വരെ അല്ലെങ്കിൽ 4 മണി വരെ ആയിരിക്കും സമയം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ബാങ്കിങ് വഴി 24 hours a day, നമുക്കൊരു ദിവസം 24 മണിക്കൂർ അല്ലെങ്കിൽ വർഷം 365 ദിവസവും നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമായിരിക്കും. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് സം ട്രാൻസാക്ഷൻസ് ഫ്രം ഓഫീസ് ഓർ ഹൗസ് ഓർ വൈൽ ട്രാവലിംഗ് വയ മൊബൈൽ ഫോൺ. നമുക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഫൈനാൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ലെസ് റിസ്ക് ആൻഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി ടു ദ കസ്റ്റമർ ആഫ് ദേ ക്യാൻ അവോയ്ഡ് ട്രാവലിംഗ് വിത്ത് ക്യാഷുമായിട്ട് യാത്ര ചെയ്യേണ്ട ആ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതുകൊണ്ട് നമുക്ക് റിസ്ക് കുറവാണെന്ന് നമുക്ക് പറയാം. റിസ്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നു. അടുത്തത് നമ്മൾ ബാങ്കിന് ഉള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുക ഈ ബാങ്കിങ് കൊണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ടു ദ ബാങ്ക്. അപ്പോൾ ഈ ബാങ്കിങ് ഫെസിലിറ്റി ഉള്ള ഒരു ബാങ്ക് ഈ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു ബാങ്കിനേക്കാളും ആളുകളുടെ മുമ്പിൽ മികച്ച ഒരു ഇമേജ് കീപ്പ് ചെയ്യുന്നതിന് അത് ബാങ്കുകളെ സഹായിക്കുന്നുണ്ട്. ലോഡ് ഓൺ ബ്രാഞ്ചസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ്. അതായത് ബ്രാഞ്ചിന്മേലുള്ള വർക്ക് ലോഡ് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ആളുകളെല്ലാം ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ബാങ്കിൽ ജീവനക്കാർക്ക് അവരുടെ ജോലി ഭാരം കുറയുന്നു. തന്നെ ഇൻഷുറൻസ് ആണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഫോക്കസ് ഏരിയയിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്നും ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 2 essay ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഒന്ന്, വാട്ട് ഈസ് കൊമേഴ്സ്യൽ ബാങ്ക്, വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്. രണ്ടാമത്തത്, വാട്ട് ഈസ് ഇൻഷുറൻസ്, വാട്ട് ആർ ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. അത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാവുള്ളൂ. നമുക്ക് ഇറ്റ് ഇസ് എ കോൺട്രാക്ട് അണ്ടർ വിച്ച് വൺ പാർട്ടി എഗ്രീസ് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ ടു പേ ആൻഡ് എഗ്രീഡ് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി ടു മേക്ക് ഗുഡ് എ ലോസ്. അപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ 2 പാർട്ടീസ് ഉണ്ടാവും, ഇൻഷുററും ഉണ്ടാവും, ഇൻഷേർഡും ഉണ്ടാവും അല്ലേ, 2 പാർട്ടീസ്. ദ പേഴ്സൺ ഹൂസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി ഈസ് ഇൻഷേർഡ് അഗൈൻസ്റ്റ് റിസ്ക്. ഈ ഒരാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലൈഫ് അതിനെതിരെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന് ആരുടെ പ്രോപ്പർട്ടിക്കെതിരെയാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അയാളെയാണ് നമ്മൾ ഇൻഷേർഡ് എന്ന് പറയുന്നത്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആളെ ഇൻഷേർഡ് എന്ന് പറയും. ഇൻഷുറർ എന്ന് പറയുന്നത് ദ ഫേം വിച്ച് ഇൻഷുർ ദ റിസ്ക്. ഏത് കമ്പനിയാണോ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന വ്യക്തി ഇൻഷേർഡും ആ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ LIC എന്ന് പറയുന്ന സ്ഥാപനം ആണെങ്കിൽ LIC അവിടെ ആരാണ്? ഇൻഷുററും ആയിരിക്കും അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് അണ്ടർ വിച്ച് വൺ പാർട്ടി എഗ്രീസ് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ. ഇവിടെ ഇൻഷുറൻസ് കമ്പനി എഗ്രി ചെയ്യുന്ന സമ്മതിക്കുകയാണ് ഫോർ എ കൺസിഡറേഷൻ. അതിന് പ്രതിഫലമായിട്ട് പോളിസി ഉടമകൾ പ്രീമിയം നൽകണം അല്ലേ, അതിനാണ് കൺസിഡറേഷൻ എന്ന് പറയുക. ടു പേ ആൻഡ് എഗ്രീഡ് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി, ഒരു നിശ്ചിത തുക മറ്റൊരാൾക്ക് നൽകാമെന്ന്. ടു മേക്ക് എ ഗുഡ് എ ലോസ് എന്നാണ് പറയുന്നത് അല്ലേ. ടു മേക്ക് എ ഗുഡ് എ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഗുഡ് ആക്കാന്ന് വെച്ചാൽ അതിനെ നികത്തുക എന്നാണ് അല്ലേ. നഷ്ടം നികത്തിന് വേണ്ടിയുള്ള പണം നൽകാമെന്ന് സമ്മതിക്കുന്നു. അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകുകയാണെങ്കിൽ, ഇഞ്ചുറി ഉണ്ടാകുകയാണെങ്കിൽ, സംതിങ് ഓഫ് വാല്യൂ ഇൻ വിച്ച് ദ ഇൻഷുറർ ഹാസ് എ പെക്യുനറി ഇൻട്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് സം അൺസർട്ടൺ ഇവന്റ്. അതായത് ഏതെങ്കിലും അനിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ ഇൻഷുർഡിന് എന്തെങ്കിലും പെക്യുനറി ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് താല്പര്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഡാമേജ്
അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് നികത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കരാറിൽ ഏർപ്പെടുന്നതിനാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുക. അല്പം നീണ്ടുപോയൊരു ഡെഫിനേഷനാണ് അല്ലേ. നമുക്ക് അതിൻ്റെ ഇൻഷുർഡും ഇൻഷുററും ആരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ ടു പാർട്ടീസ് ഇൻഷുറൻസ്, നെയിംലി ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷുറൻസിൽ രണ്ട് പാർട്ടീസാണ് ഉള്ളത്, പ്രധാനമായിട്ടും ഇൻഷുർഡും ഇൻഷുററും. ഇനി നമുക്ക് ഇതിൽ പഠിച്ചു വയ്ക്കേണ്ട ഒരു ടേമാണ് പ്രീമിയം എന്താണെന്നുള്ളത്. പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷുർഡ്. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തി ഇൻഷുറർക്ക് നൽകുന്ന ആ ഒരു കൺസിഡറേഷൻ, ഇൻഷുറൻസ് കമ്പനി നൽകുന്ന സേവനത്തിന് പകരമായിട്ട് നൽകുന്ന കൺസിഡറേഷൻ, അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തത് പോളിസിയാണ്. ദ റിട്ടൺ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇൻഷുറൻസ് ഈസ് കോൾഡ് പോളിസി. പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന്റെ നിബന്ധനകളെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഒരു എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റ്, റിട്ടൺ ഡോക്യുമെന്റ് ആണ് പോളിസി അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുക. ദെൻ സബ്ജക്റ്റ് മാറ്റർ ഉണ്ട്. സബ്ജക്റ്റ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇൻഷുർഡ് ഈസ് കോൾഡ് സബ്ജക്റ്റ് മാറ്റർ. എന്തിനെയാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അതിനെയാണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഒരാളുടെ ലൈഫാണ് ഇൻഷുർ ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ ഒരു ലൈഫാണ്. ഇപ്പോൾ വീട് ആണ് ഇൻഷുർ ചെയ്യുന്നതെങ്കിൽ, ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഷുർ ചെയ്യുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് മാറ്റർ ആ പ്രോപ്പർട്ടി ആണല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, പോളിസി, സബ്ജക്റ്റ് മാറ്റർ. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ടേംസ് ആണിത്. കൂടാതെ നിങ്ങൾ ഇൻഷുറൻസ് എന്താണെന്നുള്ളതും ഇതുപോലെ എഴുതാനും പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഷുറൻസ് എന്താണെന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് അതുകൂടി എഴുതാവുന്നതാണ് എസ് ആയിട്ട് വരികയാണെങ്കിൽ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്. ഇപ്പോൾ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഉബർമി ഫിഡേ എന്നാണ് പറയുന്നത്. ഉബർമി ഫിഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. എന്താണ് അർത്ഥമാക്കുക? ബോത്ത് ദി ഇൻഷുറർ ആൻഡ് ദി ഇൻഷുർഡ് ഷുഡ് ഡിസ്പ്ലേ ഗുഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറയുന്ന ഒരു രണ്ടാമത്തെ സെന്റൻസ് എങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ബോത്ത് ദി ഇൻഷുറർ ആൻഡ് ദി ഇൻഷുർഡ്, ഇൻഷുററും ഇൻഷുർഡും ഷുഡ് ഡിസ്പ്ലേ ഗുഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഈച്ച് അതർ. അവർ പരസ്പരം വിശ്വസ്തത പുലർത്തേണ്ടതാണെന്നാണ്. ഗുഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഈച്ച് അതർ. ദി ഇൻഷുർഡ് ഷുഡ് മേക്ക് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് കൺസേണിംഗ് ദ സബ്ജക്ട് മാറ്റർ. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അദ്ദേഹം ഏത് കാര്യത്തിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇൻഷുറൻസ് കമ്പനിയോട് വെളിപ്പെടുത്തണം. ദ ഇൻഷുറർ ഷുഡ് മേക്ക് ക്ലിയർ ഓൾ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി പോളിസി ടു ദി ഇൻഷുർഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഷുറർ എന്ത് ചെയ്യണം? ഈ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ പരസ്പരമുള്ള ഒരു വിശ്വാസത്തിലുള്ള ആ ഒരു പെരുമാറ്റത്തെയാണ് നമ്മൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വേർഡാണ് ഇവിടെ ഉബർമെ ഫിഡേ എന്ന് പറയുക. അതിന് കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നാണ് പറയുക. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് ദി ഇൻഷുർഡ് ഷുഡ് ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസെങ്കിലും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതായത് സബ്ജക്ട് മാറ്റർ, നമ്മുടെ എന്താണോ ഇൻഷുർ ചെയ്യുന്നത് അതിൽ നമുക്ക് ഇൻഷുർ ചെയ്യത്തക്ക വിധത്തിലുള്ള നമുക്കൊരു താല്പര്യം അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാം, നമ്മുടെ വൈഫിൻ്റെ പേരിലെടുക്കാം, നമ്മുടെ മക്കളുടെ പേരിലെടുക്കാം, സഹോദരങ്ങളുടെ പേരിലെടുക്കാം. പക്ഷെ ഒരു അപരിചിതനായ ഒരു വ്യക്തിയുടെ ലൈഫിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അതായത് മറ്റൊരാളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എ പേഴ്സൺ ഈസ് സെഡ് ടു ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് മാറ്റർ ഇഫ് ഹി സ്റ്റാൻഡ്സ് ടു ബെനിഫിറ്റ് ബൈ ഇറ്റ് സേഫ്റ്റി ആൻഡ് സഫേഴ്സ് ഫിനാൻഷ്യൽ ലോസ് ബൈ ദ ഡാമേജ് ഓർ ലോസ്. ബട്ട് ഇവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഒരു സബ്ജക്ട് മാറ്റർ അതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ആ സബ്ജക്ട് മാറ്റർ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള നഷ്ടം, ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാം. ദെൻ ഇൻഡെംനിറ്റി ആണ് മറ്റൊരു പ്രിൻസിപ്പിൾ. ഇൻഡെംനിറ്റി മീൻസ് ടു മേക്ക് ഗുഡ് ദ ലോസ്. അതായത് നമുക്ക് എന്താണോ നഷ്ടം വന്ന് സംഭവിച്ചിരിക്കുന്നത് അതിനെ ആ നഷ്ടം നികത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇൻഡെംനിറ്റി എന്ന് ഉദ്ദേശിക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻഷുറർ വിൽ പേ ഓൺലി ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് നോട്ട് എക്സീഡിങ് ദി എമൗണ്ട് ഓഫ് പോളിസി. അതായത് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നത് അത്രയും എമൗണ്ട് മാക്സിമം ഇൻഷുറൻസ് കമ്പനി നൽകും. പക്ഷേ അത് എത്ര രൂപയുടെ നഷ്ടമാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് ആ നഷ്ടമായിരിക്കും അവിടെ കമ്പനി നൽകുക. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തു, നമുക്ക് 50,000 നഷ്ടം സംഭവിച്ചുള്ളെങ്കിൽ നമുക്ക് 50,000 രൂപ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്തു, നമുക്ക് 1.5 ലക്ഷം രൂപ വരെ നഷ്ടം സംഭവിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷമാണല്ലേ.
ഇപ്പോൾ നഷ്ടം സംഭവിച്ച തുക, ഇൻഷുറൻസ് തുക, ഇതിലേതാണോ ചെറുത് അതായിരിക്കും നമുക്ക് ലഭിക്കുക. ദാറ്റ് ഇഫ് ദ ഇൻഷുർഡ് ഈസ് നോട്ട് അലൗഡ് ടു മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുർഡ് ലാഭം ഉണ്ടാക്കാൻ പാടില്ല. അയാൾക്ക് നഷ്ടം നികത്തിയെടുക്കാം, പക്ഷേ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലൈഫ് ഇൻഷുറൻസ്. നമ്മുടെ ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അർഹനാണ് അല്ലേ. മറ്റൊരാളുടെ പേരിൽ നമ്മൾ 20 ലക്ഷം രൂപയ്ക്കാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അർഹനാണ്. അതായത് ഒരു ലൈഫ്, ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു പ്രോപ്പർട്ടിയുടെ കേസിലുള്ള പോലെ കൃത്യമായിട്ട് അതിൻ്റെ വില നിശ്ചയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ ലൈഫ് ഇൻഷുറൻസ് പ്രിൻസിപ്പിളിന് ബാധകമല്ല. ബാക്കിയുള്ള പ്രോപ്പർട്ടി ഇൻഷുറൻസുകൾക്കല്ലേ അത് ബാധകമാണ്. ജനറൽ ഇൻഷുറൻസിന് അത് ബാധകമാണ്. അടുത്തത് പ്രോക്സിമേറ്റ് കോഴ്സ്, അതായത് കോസ പ്രോക്സിമ എന്ന് പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ്. അതായത് പ്രോക്സിമേറ്റ് കോസ് ഈസ് ദി ഡയറക്റ്റ് കോസ് ഫോർ ദി ലോസ്. അതായത് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം സംഭവിക്കാനുണ്ടായ നേരിട്ടുള്ള കാരണം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാരണം എന്താണെന്നുള്ളതാണ് നോക്കുക. വെൻ ദർ ആർ 2 or more causes for a loss, അതായത് ലോസ് സംഭവിക്കുന്നതിന് ഇപ്പോൾ 2 അതിലധികമോ കാരണങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇത് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ് ഈസ് അപ്ലൈഡ്. നമ്മളിവിടെ ഈ പറയുന്ന കോസ പ്രോക്സിമ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പ്രോക്സിമേറ്റ് കോസ് എന്നാണ് പറയുന്നത് കേട്ടോ, കോഴ്സ് അല്ല, കോഴ്സാണ്. നിങ്ങൾ ഈ ഒരു 6 മാറ്റിയേക്കുക. The insurer is liable to pay the compensation to the insured if the loss is caused by a peril insured against. നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഏത് കാരണങ്ങൾ കൊണ്ടാകുന്ന നഷ്ടത്തിനാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ കാരണം സംഭവിച്ചെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി പണം നൽകേണ്ടതുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ കാരണം ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഏത് കാരണങ്ങൾ കൊണ്ടാണോ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കുന്നതാണ്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത്. ദെൻ സബ്രോഗേഷൻ എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ. ആഫ്റ്റർ സെറ്റിൽമെൻറ്റ് ഓഫ് ദി ക്ലെയിം, ഇവിടെ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് നഷ്ടം സംഭവിച്ചു, ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം സെറ്റിൽ ചെയ്തു, ആ നഷ്ടപരിഹാരം കമ്പനി കൊടുത്തു. ദ ഇൻഷുറർ സ്റ്റാൻഡ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ഇൻഷുർഡ്. ദെൻ ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുർഡിന് ആ ഒരു നഷ്ടപ്പെട്ട വസ്തു അതുമേലുണ്ടായിരുന്ന അവകാശം അത് ഇൻഷുറൻസ് കമ്പനിക്ക് ആകും. അതായത് അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും തുകയ്ക്ക് നമ്മൾ ആ ഒരു നഷ്ടം സംഭവിച്ച ഡാമേജ്ഡ് ആയിട്ടുള്ള വസ്തു വിൽക്കാൻ പറ്റിയാൽ ആ തുക ആർക്കാണ്? അത് ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഈസ് പാസ്ഡ് ഓൺ ടു ദി ഇൻഷുറർ ആഫ്റ്റർ ദി ക്ലെയിം ഈസ് സെറ്റിൽഡ്. മുഴുവൻ തുകയും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ബാക്കി വന്ന ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തുക കിട്ടുന്ന ആ ഒരു സംഭവം അത് ആർക്കായിട്ട് പോകും? അത് ഇൻഷുറൻസ് കമ്പനിക്ക് എടുക്കാവുന്നതാണ്. ദി ഇൻഷുർഡ് കനോട്ട് മേക്ക് പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി. ഡാമേജ്ഡ് പ്രോപ്പർട്ടി വിറ്റ് ക്യാഷ് ആക്കാനുള്ള അവകാശം ഇവിടെ ഇൻഷുറൻസ് കമ്പനിക്കാണുള്ളത്, ഇൻഷുർഡിന് ആയിരിക്കില്ല. അതിനാണ് സബ്രോഗേഷൻ എന്ന പ്രിൻസിപ്പിൾ പറയുക. ദെൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന അടുത്ത പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ അപ്ലൈസ് ടു ഓൾ ഡബിൾ ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. ഡബിൾ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രോപ്പർട്ടി തന്നെ നമ്മൾ 2 ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിരിക്കുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്തു, അവർ ക്യാഷ് തരുമോ എന്നുള്ള സംശയം കാരണം നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലൂടെ ഇൻഷുർ ചെയ്തു. അപ്പോൾ ഡബിൾ ഇൻഷുറൻസ് ആണ്. ഇൻ കേസ് ഓഫ് ഡബിൾ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഡബിൾ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ ദ ഇൻഷുറർ ഷുഡ് ഷെയർ ദ ലോസസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി പോളിസി എമൗണ്ട്. ഈ 2 ഇൻഷുറൻസ് കമ്പനികളിൽ കൂടി എത്രയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ തുക വീതം വെച്ച്, അതായത് ഡിവൈഡ് ചെയ്താണ് ഈ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് നൽകേണ്ടത്. ദാറ്റ് ഈസ് ദ ഇൻഷുർഡ് ക്യാൻ റിക്കവർ ഓൺലി ദ ആക്ച്വൽ എമൗണ്ട്. അതായത് ഡബിൾ ഇൻഷുറൻസ് എടുത്താൽ പോലും ഈ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് എത്രയാണ് ലോസ് സംഭവിച്ചത് ആ ഒരു ആക്ച്വൽ എമൗണ്ട് മാത്രമേ 2 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുകൂടെ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഒരു തുക ലഭിക്കില്ല എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ ഓർമ്മിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ മിറ്റിഗേഷൻ ആണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇൻഷുർഡ് ടു ടേക്ക് റീസണബിൾ സ്റ്റെപ്സ് ടു മിനിമൈസ് ലോസ് ഓർ ഡാമേജ് ടു ദി ഇൻഷുർഡ് പ്രോപ്പർട്ടി. നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തുവിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഹൗസിന്, നമ്മുടെ ബിൽഡിങ്ങിന് ഇൻഷുറൻസ് എടുത്തു, നമ്മൾ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ആ വീട് തീ പിടിക്കാൻ തുടങ്ങുന്നു. അത് തീ പിടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അപ്പം അങ്ങനെ പെട്ടെന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ട് തീ അണയ്ക്കാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതല്ലേ എന്നോർത്തുകൊണ്ട് നമ്മൾ തീ അണയ്ക്കാതിരിക്കുകയാണെങ്കിൽ അത് മിറ്റിഗേഷൻ പ്രിൻസിപ്പിളിന് എതിരാണ്. അവിടെ പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു, ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് തുക ലഭിക്കില്ല. അതായത് ഇൻഷുർഡ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുത്തതാണെങ്കിലും ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർട്ടിയെ സൂക്ഷിക്കുമായിരുന്നു, അതുപോലെ എല്ലാ മുൻകരുതലുകളും
അതിനെ സേഫായിട്ട് സൂക്ഷിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടതാണ്. He should not become careless when the mishap occurs by thinking that the subject matter is insured. അതായത് ഈ ഒരു സബ്ജക്ട് മാറ്റർ അത് ഇൻഷുർ ചെയ്തതാണ്, അതുകൊണ്ട് നമുക്കതിനെ സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പെരുമാറാൻ വേണ്ടി പാടില്ല. ആൻഡ് ദി ഇൻഷുറർ വിൽ പേ ദ കോമ്പൻസേഷൻ. ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ നൽകും, നഷ്ടപരിഹാരം നൽകുമെന്ന ധാരണയിൽ നമ്മൾ എടുക്കേണ്ട ന്യായമായിട്ടുള്ള മുൻകരുതലുകളൊന്നും എടുക്കാതിരിക്കുന്നത് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിളിന്റെ വയലേഷനാണ്, എതിരാണ്. അപ്പോൾ ഇത്രയും ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ്, ഇൻഷുറൻസ് എന്താണെന്നും ഇത്രയും പ്രിൻസിപ്പിൾസ് നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇതുകൂടാതെ നമുക്കിനി ഫോക്കസ് ഏരിയയിൽ അടുത്തൊരു പോയിന്റ് കൂടിയുണ്ട്, വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞ പോയിന്റ്. വെയർ ഹൗസ് ഈസ് എ പ്ലേസ് വെയർ ഗുഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചറിലുണ്ടാകുന്ന ഡിമാൻഡ് അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗുഡ്സുകൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് വെയർ ഹൗസ്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വെയർ ഹൗസിങ്. ടൈപ്സ് ഓഫ് വെയർ ഹൗസ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പ്രൈവറ്റ് വെയർ ഹൗസ് ആണ്. പ്രൈവറ്റ് വെയർ ഹൗസ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ബിഗ് ബിസിനസ് കൺസേൺ ഫോർ സ്റ്റോറിംഗ് ദെയർ ഗുഡ്സ്. അതായത് ബിഗ് ബിസിനസ് കൺസേൺ, വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം ഗോഡൌണുകൾ തന്നെയാണ്, ഇത്തരത്തിലുള്ള വെയർ ഹൗസുകൾ തന്നെയാണ് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുക. അത് പ്രൈവറ്റ് വെയർ ഹൗസ് ആണ്. രണ്ടാമത് പബ്ലിക് വെയർ ഹൗസ് ആണ്. ദീസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ബൈ ട്രേഡേഴ്സ് ഓർ എനി മെമ്പർ ഓഫ് ദി പബ്ലിക് ബൈ പേയിങ് സ്റ്റോറേജ് ഫീ. അതായത് ഏതെങ്കിലും കമ്പനികൾക്കോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ഒക്കെ സ്റ്റോറേജ് ഫീ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും സൂക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു വെയർ ഹൗസുകളാണ് പബ്ലിക് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ദ ഗവൺമെന്റ് റെഗുലേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് ദീസ് വെയർ ഹൗസ് ബൈ ഇഷ്യൂയിങ് ലൈസൻസ് ഫോർ ദം ടു പ്രൈവറ്റ് പാർട്ടീസ്. അപ്പോൾ ഗവൺമെന്റിന്റെ ലൈസൻസോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള പബ്ലിക് വെയർ ഹൗസുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ ബോണ്ടഡ് വെയർ ഹൗസുകളുണ്ട്. എന്താണ് വാട്ട് ആർ ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് ചോദിക്കാം. ദീസ് വെയർ ഹൗസ് ആർ ലൈസൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു സ്റ്റോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് അണ്ടിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് പെയ്ഡ്. അതായത് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഗുഡ്സ് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി കരം നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അത് അടയ്ക്കുന്നത് വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ഈ ബോണ്ടഡ് വെയർ ഹൗസുകളാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസ് ഇമ്പോർട്ടഡ് ഗുഡ്സിന് മേലുള്ള നികുതി അടയ്ക്കുന്നവരെ ആ ഗുഡ്സ് സൂക്ഷിച്ചു വെക്കുന്ന വെയർ ഹൗസുകളാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് മനസ്സിലാക്കുക. ദേ ആർ ലൊക്കേറ്റഡ് നിയർ പോർട്ട്സ്. അത് പോർട്ടുകളിൽ, അതായത് കപ്പൽ വഴിയൊക്കെയാണ് ഗുഡ്സ് വരുന്നതെങ്കിൽ ആ കപ്പൽ എത്തുന്ന സ്ഥലത്തിനരികെയായിരിക്കും ഈ ബോണ്ടഡ് വെയർ ഹൗസ് ഉണ്ടാവുക. ഗുഡ്സ് ക്യാൻ ബി റിമൂവ്ഡ് ഇൻ ആ പാർട്ട് ആൻഡ് വെൻ റിക്വയർഡ് ബൈ ദി ഇമ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി ക്യാൻ ബി പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ പണം അടച്ചുകൊണ്ട് നമുക്ക് ഭാഗികമായിട്ട് ഗുഡ്സ് പിൻവലിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസ് എന്താണെന്നുള്ളത് ആദ്യത്തെ 2 സെന്റൻസെങ്കിലും ഓർത്തിരിക്കുക. ദെൻ ഗവൺമെന്റ് വെയർ ഹൗസ് ആണ് അടുത്തത്. ദീസ് ആർ വെയർ ഹൗസ് വിച്ച് ആർ ഫുള്ളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുള്ള വെയർ ഹൗസുകളെ ഗവൺമെന്റ് വെയർ ഹൗസ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCIയുടെ ഗോഡൌണുകൾ, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന്റെ വെയർ ഹൗസുകൾ, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷന്, അതെല്ലാം ഗവൺമെന്റ് വെയർ ഹൗസുകളാണ്. അടുത്തത് കോപ്പറേറ്റീവ് വെയർ ഹൗസുകളാകാം. സം മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൗ സെറ്റപ്പ് ദെയർ ഓൺ വെയർ ഹൗസ് ഫോർ ദെയർ മെമ്പേഴ്സ്. അതായത് സഹകരണ സ്ഥാപനങ്ങൾ, അതായത് ഇപ്പം അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കാർഷിക സഹകരണ സ്ഥാപനങ്ങൾ, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ, അവരെല്ലാം ഇത്തരത്തിലുള്ള വെയർ ഹൗസുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വെയർ ഹൗസുകളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് വെയർ ഹൗസുകൾ എന്ന് പറയുക. അപ്പോൾ അവരുടെ മെമ്പേഴ്സിന് സേവനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള വെയർ ഹൗസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ഏരിയ, പ്രധാനമായിട്ടുള്ള ഫോക്കസ് ഏരിയ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുമായി നമുക്ക് ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്